ബാംഗ്ലൂർ നാട്ടിലെ ഒരു ഉത്സവമാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വെൽക്കം ടു മൈ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ നാട്ടിലെ ഉത്സവമില്ലേ, ഇവിടെ ജാത്ര എന്നാട്ടോ പറയുന്നത്. ഞാനും ഷിജിയേട്ടനും ജോലി കഴിഞ്ഞ് അൺഎക്സ്പെക്റ്റഡാണ് ഇവിടത്തേക്ക് പോകുന്നത്. പ്ലാനൊന്നും ചെയ്തിട്ടില്ല. സോ നോക്കിയേ, ഇവിടുത്തെ കുറച്ച് ലൈറ്റ് സെറ്റിങ്സ് കൂടുതലാണ്. ഒന്ന് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കൂ അല്ലേ. കുറേ വണ്ടികൾ അലങ്കരിച്ചിങ്ങനെ നിരന്നു നിൽപ്പുണ്ടായിരുന്നു. ഓരോ പ്രതിഷ്ഠയുടെ സങ്കല്പമായിട്ടായിരുന്നു കേട്ടോ. ഇതെന്തോ ഇതിന് പറയുന്നത് എനിക്കെന്താ അറിയില്ല, നിങ്ങൾക്കറിയെങ്കിലും പറ. ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ നിരത്തി നിൽക്കുന്നത്. ഓക്കെ. പിന്നെ റോഡ് സൈഡിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് വളകളാണ് കേട്ടോ. പിന്നെ കുറുക്കൻ്റെ കണ്ടും കോഴിക്കോട്ടിൽ തന്നെ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എല്ലാ സൈഡ്സും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കുപ്പിവളകളാണ് കേട്ടോ ഇവിടെ. കാരണം ഇവിടെ മോസ്റ്റ് ഓഫ് ആൾക്കാരുടെ കയ്യിലുണ്ടാവും കുപ്പിവളകൾ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കംപ്ലീറ്റ് ഈ അമ്പലത്തിന് ചുറ്റിപ്പറ്റി ഫുൾ ഓരോ ഐറ്റംസാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ നോക്കി നോക്കി പോകാനൊരു സുഖം. പിന്നെ കുറേ ഡോൾസ്, പുലി, പാണ്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ എടുത്തു നോക്കിയപ്പോൾ ക്വാളിറ്റി പോരാട്ടോ. 100 രൂപയ്ക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചും കാര്യമില്ലല്ലോ. സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വരുമ്പോൾ തന്നെ ഗാനമേളയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഷിജിയേട്ടനെ കൊണ്ടുവന്നത്. പക്ഷേ വിചാരിച്ച പോലെ അല്ല കേട്ടോ. കുറേ ആൾക്കാരുണ്ടെങ്കിലും ഒരു പ്രത്യേകിച്ച് വൈബൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവില്ലേ, നല്ല റെസ്പോൺസും വരും അല്ലേ. ഇതിനെ എൻകറേജ് ചെയ്യാനൊന്നും ആരുമില്ല. ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒന്നുമില്ല. ബട്ട് അവിടെ ഇവിടെ കൈയടിക്കാൻ പറഞ്ഞിട്ട് പോലും നോ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടേ. അതുകൊണ്ട് ഞാൻ പുതിയൊരു സാധനം പഠിച്ചിട്ടോ. ചപ്പാള് മീൻസ് കൈയടിക്കാനാണ് നമ്മൾ പറയില്ലേ, അതാണ് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു, കാണാമല്ലോ അല്ലേ. എനിക്ക് പണ്ടേ ഈ ആകാശത്ത് പോയി വിരുന്ന് കൊടുക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അത് നോക്കിക്കൊണ്ടുവരുന്നു. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ തീകളായിട്ട് ഇങ്ങനെ മേത്തൊക്കെ വീഴില്ലേ, വീഴുന്നുണ്ടായിരുന്നു. കാരണം നിരത്തി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒരു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുൾ പവറിലുള്ള ഡാൻസ് ഉണ്ടോ, ഇത് കണ്ടു നിൽക്കാൻ പൊളിയായിരുന്നു കേട്ടോ. ദൈവമ ഓൺ ആംഗ്രി മോഡ്. പിന്നെ ഈ എടുത്തിരിക്കുന്ന വീഡിയോസിൻ്റെ ഒക്കെ സോങ്സൊക്കെ വേറെയാണ് കേട്ടോ. പിന്നെ കുറേ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള അൺനെസസറി സൗണ്ട് ഉള്ളതുകൊണ്ടും പിന്നെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടും ഞാൻ ആ സെയിം വോയിസ് എനിക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് തന്നെ അവോയ്ഡ് ചെയ്യുന്നത്. കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയിട്ടോ. പെട്ടെന്ന് പുറകിലൂടെ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ടെറർ. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമാക്കി കേവി കൊന്നു കളഞ്ഞല്ലോ ഭഗവാനെ. നല്ല നല്ല അഭിനയമൊക്കെ ആയിരുന്നു കേട്ടോ, പൊളിയായിരുന്നു. അതായത് ആ ഒരു സോങ്ങായിട്ട് നിങ്ങളിത് കാണുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നോക്കിയേ, ഇത് കണ്ടപ്പോൾ തന്നെ എന്തായാലും കൊല്ലുമെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷെ എല്ലാവരും എഴുന്നേറ്റൊന്നും, എല്ലാവരുടെ ക്യാമറ ഓൺ ആയിരുന്നു. ഭയങ്കര ഒരു ക്യൂരിയസ് ആയിരുന്നു എന്ത് നടക്കുന്നുള്ളത്. അങ്ങനെ ഇത് കുത്തിക്കൊന്നതിന് ശേഷം സംഭവം തീർന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ വെറുതെ ക്യാമറ തിരിച്ച് ഞങ്ങളുടെ വീഡിയോ എടുത്തു. പിന്നെ ഒരു ആക്റ്റീവ് ടീമിൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു, പെർഫോമൻസ് കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കൂടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും എടുത്തില്ല. എനിക്ക് കുറച്ച് കൊള്ളാൻ തോന്നിയൊക്കെ എടുത്തു കേട്ടോ. നല്ല ആക്റ്റീവായിരുന്നു എല്ലാവരും. ಇನ್ನು ಕೈಕಾಗೋಕೆ ಚೂರು ಬೇಕಾಗಿದೆ 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 ಚೂರು ಬೇಕಾಗಿದೆ
ആ പാട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അത് സ്റ്റാർട്ടിങ്ങൊന്നും എടുത്തിട്ടില്ല, പിന്നെ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ടോ ഫയർ കൊണ്ടുള്ള. അപ്പം ഞാൻ ഇതെടുക്കാൻ തോന്നുന്നു, ഇതും പൊളിയായി. Nasa YouTube check money was way bulana. Eko pinu saru yul mele atu pianu makusha pullu kedu amele atu boru. The police want to steady the chama patele. ഇതിങ്ങനെ കേട്ട് മടുത്തട്ടോ ഇങ്ങനെ ഓരോന്നും. അങ്ങനെ എനിക്ക് മടുത്തപ്പോൾ അവിടുന്ന് ഞങ്ങൾ എഴുന്നേറ്റു. പിന്നെ ഷിജിയേട്ടനെ കണ്ടിരിക്കാൻ ആഗ്രഹം ഉണ്ടായി, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു വൈബ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അതാ വണ്ടിയിലുള്ള അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഈ ശിവൻ എൻ്റെ കൈ കണ്ണപ്പെടുത്തുന്നത്. കൊള്ളാലോ ഈ ശിവനെ വിചാരിച്ചു. പിന്നെ ഞാനിത് കുറേ നേരം ഇങ്ങനെ ഈ വെള്ളം വരുന്ന സെറ്റപ്പ് എന്താണെന്നൊക്കെ നോക്കി സൂം ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ നോക്കി നിന്നു കേട്ടോ. പിന്നെയും ഞങ്ങൾ തന്നെയാണല്ലോ. പിന്നെ ഒരു കളർമേനെ കണ്ട് അങ്ങോട്ട് പോയിട്ടോ. എന്നെ കാണാൻ കൊള്ളാവോ, ഞാൻ വാങ്ങിച്ചു ലൈറ്റ് കത്തുന്ന ഐറ്റംസ്. ഈ കളർമേനാണ് കേട്ടോ എൻ്റെ കണ്ണിൽ ആകർഷിച്ചത്. അങ്ങനെ അവിടെ നിന്നൊരു ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടപ്പായി. പിന്നെ ഞാൻ ഷിജേട്ടനോട് ഒരു സ്മൈലി ബലൂൺ വേണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, നീ എന്താണ് കുട്ടിയാണോ? പക്ഷേ നല്ല ലൈറ്റ് കിട്ടുമ്പോൾ സുഖമല്ലേ. ഞാനിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ ആൾക്കാർ വയ്ക്കില്ലേ, അങ്ങനെയൊക്കെ അപ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു എനിക്ക് വാങ്ങിച്ചാന്ന്. ഒരു കൗതുകം, പിന്നെ ഒരു ആഗ്രഹം. പക്ഷേ ഇതുവരെ നടന്നില്ല. വരുമ്പോൾ തന്നെ നോട്ടിട്ട വളകളും, അതിൽ നിന്ന് ഒരു സെറ്റ് വാങ്ങിച്ചു. വളകളൊന്നുമില്ല, ഒരു സെറ്റ് വള വാങ്ങിച്ചു. കാരണം ഷിജിയേട്ടന് വളകളൊന്നും അധികം ഇഷ്ടമല്ല. പക്ഷേ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനും എൻ്റെ ആഗ്രഹം നടന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഷിജിയേട്ടൻ സമ്മതിച്ചു. പിന്നെ എല്ലാ ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ഡിയേഴ്സ്, ലവ് യു.